ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂരില് കൊല്ലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നബിദിന റാലി നടക്കവേ അതിനിടയിലേക്ക് മദ്യപിച്ച് ലക്കുകെട്ട ഒരു സംഘം കാറുമായിട്ട് ഇടിച്ചു കയറുന്നു. ആ നബിദിന റാലിയിൽ പങ്കെടുത്ത 3 കുട്ടികൾക്ക് പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അവന്മാരെന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എന്ത് ലഹരിയുടെ പുറത്താണ് കൊച്ചു കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു റാലിക്കിടയിലേക്ക് ഒരു കാർ വേഗത്തിലേക്ക് ഇടിച്ചു കുത്തി പോവുക? റാലിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മേത്തെങ്ങാനും വണ്ടി തട്ടോ, അവർക്ക് എന്തെങ്കിലും പറ്റോ? ഇതൊന്നും ചിന്തിക്കാതെ നീക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്ത് ലഹരിയാണ് നിന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്, തലയ്ക്കകത്തുണ്ടായിരുന്നത്? പോലീസ് വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കണം അവന്റെയൊക്കെ ഉള്ളിൽ മദ്യം തന്നെയാണോ ഉണ്ടായിരുന്നതെന്നുള്ളത്. കാരണം റോഡിലൂടെ നടക്കുന്ന കൊച്ചു കുട്ടികളെ പോലും അവൻ്റെ ഒന്നും കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിൽ മറ്റെന്തോ ലഹരിയിലായിരുന്നിരിക്കണം ഇവന്മാരൊക്കെ. ഇവനൊന്നും ഒരിക്കലും ഇനി വാഹനം ഓടിക്കാൻ പാടില്ലാത്തവണ്ണം അവന്റെയൊക്കെ ലൈസൻസ് അങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇവനൊന്നും വാഹനം ഓടിക്കാൻ പാടില്ല. കാരണം ഇത്രയും ഡേഞ്ചർ ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പരിക്കേൽപ്പിക്കുന്ന രീതിയിലൊക്കെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അവനെ പിടിച്ച ഉടനെ നാട്ടുകാർക്ക് കുറച്ചു നേരത്തേക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവനൊന്നും ജന്മം ചെയ്തു കഴിഞ്ഞാൽ ഇമാതിരി ചെറ്റത്തരം റോഡിലേക്ക് ഇറങ്ങി കാണിക്കത്തില്ല. നാളെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, അവരൊന്നും ലഹരി ഉപയോഗിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവർ മദ്യം കുടിച്ചിരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു വാർത്ത കേൾക്കാൻ ഇടയാവരുതേ എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവസാനമായിട്ട് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതുപോലുള്ളവന്മാരെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പൂട്ടിക്കാനുള്ള പരിപാടി നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് തന്നെ ആപത്തായിട്ട് ഇവനൊക്കെ വീണ്ടും ചുറ്റിക്കറങ്ങി നടക്കും. അപകടത്തിൽപ്പെട്ട കൊച്ചു കുട്ടികൾക്ക് പരിക്ക് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക.